കേരള സാഹിത്യ അക്കാദമിയിലെ ഇടതുവൽക്കരണത്തിൽ അവഗണിക്കപ്പെടുന്നത് സമൂഹത്തിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരാണ്. ശ്രീകുമാരൻ തമ്പിയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെയും പരാമർശങ്ങൾ സാഹിത്യ അക്കാദമി അധികൃതരുടെ തനിനിറം പുറത്തുകാട്ടുന്നതാണ്. അതിനിടെ രണ്ട് പരാമർശങ്ങളിലും ന്യായീകരണവുമായി രംഗത്ത് വരികയാണ് അക്കാദമി അധ്യക്ഷനും സെക്രട്ടറിയും. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ശ്രീകുമാരൻ തമ്പിയോട് കേരള ഗാനം ആവശ്യപ്പെട്ട ശേഷം തിരുത്തി വാങ്ങിയിട്ടും അംഗീകരിച്ചോ നിരാകരിച്ചോ എന്ന കാര്യം വ്യക്തമാക്കാതെ മറ്റ് ഗാനങ്ങൾക്കായി അക്കാദമി പരസ്യം നൽകി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സാഹിത്യോത്സവത്തിൽ വിളിച്ചു വരുത്തിയ ശേഷം അവഗണിച്ചു വിട്ടു. രണ്ടുപേരും തങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ രൂക്ഷ പരാമർശം ഉന്നയിച്ചപ്പോഴാണ് ന്യായീകരണവുമായി അക്കാദമി അധ്യക്ഷനും സെക്രട്ടറിയും രംഗത്ത് വരുന്നത്. ആദ്യം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം തിരസ്കരിച്ചെന്ന് പറഞ്ഞ കെ സച്ചിദാനന്ദൻ പിന്നീട് മലക്കം പറഞ്ഞു. തീർച്ചയായും രണ്ടോ മൂന്നോ പാട്ടുകൾ അതിൽ നിന്ന് ഒരെണ്ണം ശ്രീകുമാരൻ തമ്പി നമ്മൾ പറഞ്ഞു കഴിച്ചതാണ്. അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ രണ്ടോ മൂന്നോ എണ്ണത്തിന് അതിൽ തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. സെക്രട്ടറി അബൂബക്കറും അക്കാദമിയുടെ ഭാഗം ന്യായീകരിച്ചു. സർക്കാരിനെ പുകഴ്ത്തിയാണ് കേരള ഗാനം രചിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവഗണിക്കപ്പെടില്ലായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. സാഹിത്യ അക്കാദമി പൂർണ്ണമായും ഇടതുവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് വിവാദങ്ങളെന്ന് VD സതീശനും പറഞ്ഞു. പക്ഷേ അക്കാദമി CPM രാഷ്ട്രീയവൽക്കരിച്ചു, മനസ്സിലായില്ലേ? ഒരു പാർട്ടി ഓഫീസ് പോലെ കൈകാര്യം ചെയ്യാൻ നോക്കി. അപ്പോൾ സാറിനെ തലപ്പത്തിരുത്തി, സാറ് ഒരു ആലങ്കാരികമായ സ്ഥാനത്ത് സച്ചിദാനന്ദ സാറിനെ ഇരുത്തി വേറെ ആളുകൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ആ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം. സർക്കാർ തന്നെ പരിഹരിക്കണം. ഒന്ന് ഈ സാഹിത്യ അക്കാദമിയുള്ള പോലെ സാധനങ്ങൾ കുറേ കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടണ്ടേ. അതേസമയം ഹരിനാരായണന്റെ ഗാനമാണ് കമ്മിറ്റിക്ക് നിലവിൽ ഇഷ്ടപ്പെട്ടതെന്നും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. വിഷയത്തിൽ തന്റെ ഗാനം തിരഞ്ഞെടുത്തതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ശ്രീകുമാരൻ തമ്പിക്കൊപ്പം നിൽക്കുമെന്നും ഹരിനാരായണനും വ്യക്തമാക്കി. ശ്രീകുമാരൻ തമ്പി സാറിന് നേരിട്ടിട്ടുള്ളൊരു മാനസിക വിഷമത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു വിഷയം, അതായത് അദ്ദേഹത്തിന് നേരിട്ടുള്ളൊരു വിഷമം അറിയുന്നത് ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഒക്കെയാണ്, സ്റ്റേറ്റ്മെന്റ്സിലാണ്. ഇടതുപക്ഷ ചായ്വിൽ സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന സമീപനം അക്കാദമി സ്വീകരിച്ചു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജനം, തൃശൂർ.